ഇസ്രായേലിന് നേരെ ലെബനനിൽ നിന്നും ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊല്ലം വാടി സ്വദേശി നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത്. 2 മലയാളികൾക്ക് പരിക്കേറ്റു. ഇടുക്കി സ്വദേശി പോൾ മെൽവിൻ, ജോസഫ് ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അഗ്രികൾച്ചർ വിസയിലാണ് നിബിൻ ഇസ്രായേലിലെത്തിയത്. 4 മണിക്ക് എനിക്ക് അറിയിപ്പ് കിട്ടുന്നത്. മോനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ചേട്ടനക്ക് അവിടെ മോനിന്നത്തെ ബ്ലാസ്റ്റായി, അവൻ ഹോസ്പിറ്റലൈസ്ഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് ഞാൻ അറിയുന്നത്. പിന്നെ ഈ മരണം അറിയുന്നത് 12:45 രാത്രി ഞാൻ അറിയുന്നത്. മരിച്ചെന്ന് ഡിക്ലെയർ വരുന്നത് 12:45. 2 മാസമായുള്ളൂ. രണ്ടുപേരും 2 മാസമായുള്ളൂ പോയിട്ട്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ രാജ്, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിബിന്റെ വീട്ടുകാർ പറയുന്നത്? വേണു, ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഇസ്രയേലിലുള്ള നിബിന്റെ സഹോദരൻ ഈ മരണവിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ 4:30 ഈ മരണവിവരം വീട്ടിൽ എത്തുന്നത്. ഇന്നലെ 12:45 വീട്ടുകാരുമായി നിബിൽ മാക്സ്വെൽ സംസാരിച്ചിരുന്നു. പക്ഷേ 4:40 ഈ ലെബനിൽ നിന്നുള്ള ഈ ഹിസ്ബുള്ള ആക്രമണത്തിലാണ് ഇസ്രയേൽ കൃഷിഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന നിബിൽ മരണപ്പെടുന്നത് എന്നുള്ളതാണ് വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ മൃതദേഹം ഇസ്രയേലിലുള്ള ആശുപത്രിയിലാണ്. ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നട്ടപ്പെട്ടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 4 ദിവസമെങ്കിലും മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിവരും എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ സ്ഥല MLA കൂടിയായ M മുകേഷ് അടക്കമുള്ളവർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നോർക്ക മുഖാന്തരമുള്ള ബന്ധപ്പെടലടക്കം നടത്തുന്നുണ്ട്. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള തീരുമാനമാണ് ഈ സർക്കാർ തലങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് MLA കൂടി വ്യക്തമാക്കുന്നത്. ഈ ലെബനിൽ നിന്നുള്ള മിസൈലാക്രമണത്തിലാണ് തന്റെ മകൻ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം വീട്ടുകാർ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം വീട്ടുകാരെ തേടി ഇതുവരെ എത്തിയിട്ടില്ല. അരുൺ, എത്ര കാലമായി നിബിൻ ഇസ്രായേലിൽ? വേണു, 2 മാസം മുമ്പാണ് നിബിനും നിബിന്റെ സഹോദരനും ഇസ്രയേലിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നത്. ഇരുവരും വിദേശത്തായിരുന്നു നേരത്തെ ജോലി ചെയ്തത്. ഇതിനുശേഷം ഈ ഗൾഫിൽ നിന്നാണ് ഇസ്രയേലിലേക്ക് ജോലി ലഭിച്ചതിന് പിന്നാലെ ഇസ്രയേലിലേക്ക് പോവുകയും ഇവിടെ ജോലി തുടരുകയും ചെയ്യുന്നത്. 2 മാസമായി ഇവിടെ ജോലി ചെയ്യുമ്പോഴും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് നേരെ യാതൊരു വിധത്തിലുള്ള അക്രമങ്ങളും ഇതുവരെ ഇല്ല എന്നുള്ളതായിരുന്നു ബന്ധുക്കളെ വിളിക്കുമ്പോഴും വീട്ടുകാരെ വിളിക്കുമ്പോഴെല്ലാം ഇരുവരും അറിയിച്ചിട്ടുള്ളത്. ഈ 2 മക്കളും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിബിലിന്റെ അടുത്തേക്ക് ഈ മൂത്ത സഹോദരനെ എത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. ഈ സ്പോൺസർമാർ മുഖാന്തരമാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലുള്ള മൃതദേഹം വിട്ടുകിട്ടുന്നതിന് ഇതിന്റെ തുടർ നടപടികൾക്കടക്കം ഈ സ്പോൺസർ സ്ഥലത്തെത്തിയ ശേഷമായിരിക്കും നീക്കങ്ങൾ ഉണ്ടാവുക. ഈ സഹോദരൻ കൂടി അവിടേക്ക് എത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. 2 മാസം മുമ്പാണ് ഈ ഫാം ഹൗസിലെ അല്ലെങ്കിൽ ഈ കൃഷിഭൂമിയിലെ ഒരു ഫാം ഹൗസുമായി ബന്ധപ്പെട്ട് ജോലിക്ക് നിബിൽ ഇവിടുന്ന് ഇസ്രായേലിലേക്ക് പോകുന്നത്. ഒരാൾ ബാംഗ്ലൂരിലും സഹോദരൻ ബാംഗ്ലൂരിലും അതുപോലെ നിബിൽ ഗൾഫിലുമായിരുന്നു നേരത്തെ ജോലി ചെയ്തത്. ഇതിനിടയിലാണ് കുറച്ചുകൂടി ആകർഷമായ ശമ്പളമടക്കം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതും 2 മാസമായി അവിടെ ജോലി ചെയ്തു വരികയും ഇതിനിടയിലാണ് ഈ ദുഃഖകരമായ വാർത്ത ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അരുൺ, യുദ്ധം നടക്കുന്ന സാഹചര്യമാണ് അവിടെ. എന്നിട്ടും എന്തുകൊണ്ടാണ് നിബിൻ അങ്ങനെയൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചത്? ബന്ധുക്കൾ പറയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു മക്കൾ ഇരുവരും. ഇതിനിടയിലാണ് ജോലി നഷ്ടമുണ്ടായി നാട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് കുറേ നാൾ നാട്ടിൽ നിൽക്കുന്നു. ഇതിനിടയിൽ കുറച്ചുകൂടി ശമ്പളമുള്ള ജോലി ഇവർക്ക് ഇസ്രയേലിൽ നിന്ന് വരികയായിരുന്നു. അങ്ങനെയാണ് ഇരുവരും പോകുന്നത്. ഈ മക്കൾ പോകുന്ന ഗ്യാപ്പ് പോലും 1.5 ആഴ്ചത്തെ ഗ്യാപ്പിലാണ്. മൂത്ത സഹോദരൻ ആദ്യം ഇസ്രയേലിലേക്ക് പോകുന്നു. തുടർന്ന് 1.5 ആഴ്ച കഴിഞ്ഞാണ് ഈ ഇളയ സഹോദരൻ അതായത് നിബിൽ കൂടി ഇസ്രയേലിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ജോലി ലഭിച്ചപ്പോൾ ഇസ്രയേലിലെ 2 സ്ഥലത്തായിരുന്നു ഇരുവർക്കും ജോലി ലഭിച്ചത്. ഈ വടക്ക് ഭാഗത്തായി ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്താണ് നിബിൽ ജോലി ചെയ്തത് എന്നുള്ളതാണ് സഹോദരൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മാസമായി ഇരുവരും ഇസ്രായേലിലാണെങ്കിൽ പോലും പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് കൂടി പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ നല്ല ശമ്പളം അതുപോലെ തന്നെ ഒരു ജോലി, ഇത് 2 കാര്യങ്ങളായിരുന്നു ഈ 2 പേരെയും ഈ 2 സഹോദരങ്ങളെയും ഇസ്രായേലിലേക്ക് എത്താൻ പ്രേരിപ്പിച്ച ഘടകം. ഈ ഘട്ടത്തിലെല്ലാം ഈ ആശങ്ക കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ നിബിൽ തന്നെ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് നേരെ യാതൊരു വിധത്തിലുള്ള അക്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഇസ്രായേലിൽ നിന്നും അതുപോലെ തന്നെ ഈ ലെബനിൽ നിന്നും അടക്കം ഈ പരസ്പര ആക്രമണം ഉണ്ടാകുമ്പോഴും തങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് ഇത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ളതായിരുന്നു വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയത്. അത് ഈ ആന്റണി മാക്സ്വെല്ലിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. പിതാവ് തന്നെ പറയുന്നു, ഇന്നലെ 12:30 പോലും വിളിച്ചപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഒന്നും തന്നെ മകൻ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ 4:40 മൂത്ത മകൻ ഈ വിളിച്ച് ഈ ദുഃഖകരമായ വാർത്ത തങ്ങളുടെ വീട്ടിലേക്ക് അറിയിക്കുന്നത്. അരുൺ, ഈ ഭാഗത്ത് ഇത്തരം യാതൊരു ആക്രമണങ്ങളും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണോ വീട്ടുകാരോട് ഈ നിബിൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്?
തീർച്ചയായും ഈ തങ്ങൾക്ക് മുകളിലൂടെ ഈ മിസൈലുകളടക്കം പോകുന്നുണ്ട്. പക്ഷേ തങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളോ അല്ലെങ്കിൽ ഇത്തരം മിസൈൽ ആക്രമണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു നിബിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് പിതാവ് തന്നെ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ വീട്ടുകാർക്ക് ഈ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത്രയധികം നാളുകളായി ഒരു സംഘർഷ സാധ്യത തുടരുകയാണ്, യുദ്ധം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ അവിടേക്ക് പോയാൽ പക്ഷേ അപ്പോഴും ഇസ്രായേലിനെ അമിതമായി വിശ്വസിച്ചു. ഇസ്രായേലിന്റെ ഭാഗത്ത് ഒന്നും തന്നെ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു മകൻ തന്നെ വ്യക്തമാക്കിയത്. ഇത് മൂത്ത മകനും സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനപ്പുറം അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടാവുകയും ലെവലിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ 3 പേർക്ക് പരിക്കേറ്റു. അതിൽ ലിബിൻ മാത്രമാണ് മരണപ്പെട്ടിരിക്കുന്നത് നിലവിൽ എന്നുള്ളതാണ് ഈ മൂത്ത സഹോദരൻ വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ജില്ലാ ഭരണകൂടമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് എംബസി മുഖാന്തരം ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ നമ്മളോട് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ പോലും വ്യക്തമാക്കുന്നത്. എന്തായാലും മരണം വീട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് സഹോദരന്റെ വാക്കുകളിലൂടെയാണ്. സഹോദരൻ അത് സാക്ഷ്യപ്പെടുത്തുന്നു. സ്പോൺസറുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു എന്നുള്ളത് കൂടി വീട്ടുകാർ പറയുന്നുണ്ട്. അരുൺ രാജിലേക്ക് വരാം. കൊല്ലം MLA എം മുകേഷ് അല്പസമയം മുൻപ് നിബിന്റെ വീട് സന്ദർശിച്ചിരുന്നു. മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് കേൾക്കാം. വളരെ സങ്കടകരമായ ഒരു വാർത്ത കേട്ടിട്ടാണ് ഇന്ന് പ്രചരണത്തിനിറങ്ങുന്നത്. എൻ്റെ കൊല്ലം മണ്ഡലത്തിൽ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള നെബിൻ എന്ന ചെറുപ്പക്കാരൻ, 33 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹം ഗൾഫിലായിരുന്നു. അവിടുന്ന് തിരിച്ചിവിടെ വന്ന് ഇസ്രായേലിലേക്ക് ഉള്ള ഒരു വിസ ശരിയായി അഗ്രികൾച്ചറൽ വർക്കിനാണ് പോയത്. അപ്പോൾ അവിടെ ഷെല്ലാക്രമണത്തിൽ അദ്ദേഹം മരിച്ചുവെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. വീട്ടിൽ വളരെ സങ്കടകരമായ കാര്യമാണ് ഈ പ്രായത്തിലൊരു മകൻ നഷ്ടപ്പെടുക എന്നുള്ളത്. യുദ്ധമിനി ആരുമായിട്ട് ഏത് കൺട്രിയാണെങ്കിലും യുദ്ധം ഏറ്റവും വിപത്ത് വിതയ്ക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒരു ബന്ധവുമില്ലാത്ത, ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലുമായിട്ടോ ഹമാസുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല ഈ കേരളത്തിലുള്ള. പക്ഷേ ജോലിക്ക് വേണ്ടി പോയ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെടുത്താണ് പരാതി പറയേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? അതൊക്കെ വളരെ സങ്കടകരമായ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം നമുക്ക് പങ്കുചേരാം. അവരെ ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകളില്ല. ഈ പ്രായത്തിലുള്ളൊരു മകൻ, അതും കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഏത് രാജ്യത്ത് പോയാലും ശരി, ഒരു കാരണവുമില്ലാതെ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് അയാളെ കൊന്നിട്ട് പോകുന്നു. കൊല്ലം MLA എം മുകേഷിന്റെ പ്രതികരണമാണ് കണ്ടത്. മുകേഷ് നിബിന്റെ വീട്ടിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ അവിടെ നിന്ന് ഈ കുടുംബത്തിന് വിവരങ്ങൾ കിട്ടുന്നത് ഏതു മാർഗമാണ്? മൂത്ത മകനും അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഈ മകനല്ലാതെ വേറെ ആരെങ്കിലും ഈ കുടുംബത്തെ ഇതിനോടകം ബന്ധപ്പെടുകയോ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേണു, നിലവിൽ കൂടുതൽ വിവരങ്ങൾ ഈ കുടുംബത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല. ഈ മൂത്ത മകൻ പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ നിലവിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം ശേഖരിക്കുന്നത്. ഈ സ്പോൺസർ അവിടേക്ക് എത്തി ഈ കാര്യങ്ങൾ കുടുംബവുമായി സംസാരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തുനിന്നോ എംബസിയിൽ നിന്നോ ഈ കുടുംബത്തിന് ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം ഈ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നതിനടക്കം നടപടികൾ കൂടുതലാണ്. ആ നടപടികൾ കൂടി എങ്ങനെയാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക. നിലവിൽ ആശുപത്രിയിൽ മൃതദേഹം ഉണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ മൂത്ത സഹോദരൻ ഉള്ളത് ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയാണ്. അവിടേക്ക് എത്താൻ നിലവിൽ കഴിയില്ല. ഈ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം അവിടേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പോൺസറുടെ കൂടി സഹായത്തോടെ ഈ സ്ഥലത്തെത്തി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. നേരത്തെ പിതാവ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇനി എന്ത് നടപടികൾ വേണം എന്ന കാര്യത്തിൽ ഇനി ബന്ധുക്കളും അതുപോലെ തന്നെ സർക്കാർ തലത്തിലും ആലോചന ഉണ്ടാകൂ. നിബിലിന്റെ മരണം ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നത് സഹോദരന്റെ വാക്കുകളിലൂടെ മാത്രമാണ്. ശരി. ഇസ്രായേലിൽ ലെബനനിൽ നിന്നുള്ള ആക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സ്വെലാണ് കൊല്ലപ്പെട്ടത്. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.